അപ്പൊ ഇന്ന് നമ്മൾ ഇയാമിന്റെ ബർത്ത്ഡേന്റെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഇയാമിന്റെ പുതിയ പാവനെ തല അടിച്ചു പൊട്ടിച്ചു ഇയാമിന്റെ ഹെയർ സ്റ്റൈൽ നാശാക്കാൻ നോക്കിയിട്ട് നമുക്ക് ഒരു കുലുക്കമില്ല. ദാറ്റ് മീൻസ് ഷീ ഈസ് കുക്കിംഗ് സംതിങ്. ഓൾ അവിടെ ഇരുന്ന് കുക്ക് ചെയ്യട്ടെ. ഇതൊക്കെ കോഴിക്കോട് ബീച്ചിൽ കൂടെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ ഇപ്പോഴേ നോട്ട് എണ്ണി പരിശീലിക്കുക. പക്ഷെ മൂപ്പരെ കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് വന്ന പർപ്പസ് അതല്ലല്ലോ. ബ്രൈഡിന്റെ ബർത്ത്ഡേ ഗേളിന്റെ ഔട്ട്ഫിറ്റ് നമ്മൾ കയ്യിലാണ് തൂക്കിക്കൊണ്ടുപോകുന്നത്. കാരണം മേട ഉടുപ്പൊക്കെ ഇട്ട് നടന്നു വരുമ്പത്തിനും ഇള്ള മൂട് പോകും. വെറുതെ നമ്മളായിട്ട് ഇളക്കാൻ നിൽക്കണ്ട. അപ്പൊ ഇതാണ് ഇയാമിന്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അങ്ങനെ 2-3 ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴത്തേനും 30 കഴിഞ്ഞു കരച്ചിലായി. പിന്നെ അതൊരു പൊട്ടിത്തെറി ആവുന്നതിന്റെ മുന്നേ ഞങ്ങൾ നിർത്തി. ഇനി നമുക്ക് ഈ കയ്യിലിരിക്കുന്ന കുട്ടീനെയും ഉടുപ്പിനെയൊക്കെ കൊണ്ടുപോയി കാറിൽ വെക്കണം. എല്ലാം കൊണ്ടുപോയി വെച്ചെങ്കിലും ഇയാമിന്റെ ക്രോക്സ് എടുക്കാൻ ഞങ്ങൾ മറന്നു. അങ്ങനെ ആ വിഷമത്തിൽ ഞാനൊരു ചായ കുടിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് സ്റ്റാൻഡേർഡ് കൂട്ടാൻ നോക്കിയത്, പക്ഷെ ചൂട് സമ്മതിച്ചില്ല. പിന്നെ ഇത് ബീച്ചിക്ക് വരുന്നതിന്റെ മെയിൻ കാരണം നല്ല ക്രിസ്പി കല്ലുമക്കായ. സ്പിനസ് ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളൂ ഷെല്ല് വരെ എന്റെ വായി. ഞങ്ങളെ വീട്ടിൽ ഫുഡ് കഴിച്ചാൽ വെറുതെ ഇരിക്കുന്ന ശീലമല്ല. ഇദ്ദേഹത്തിന് പിന്നെ സ്ട്രേഞ്ചേഴ്സിനോടാ താല്പര്യം. ഒട്ടകത്തിന് കാണാനൊക്കെ കൊള്ളാം, പക്ഷെ കേറാൻ അത്ര ധൈര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ വന്ന് നമ്മളെ ചതിച്ചിട്ടൊന്നുമില്ല. ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ അതൊരു കാരണമായി. അല്ലാണ്ട് ഉമ്മാരൊന്നും വണ്ടി കയറില്ലേ. അപ്പന് പറഞ്ഞു തന്നാലല്ല, ബാക്കി നാളെ കാണാട്ടോ.